ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുടുംബത്തിന്റെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോഷി എന്നാണ്. ഇതെൻ്റെ വൈഫ് സിജി. ഞങ്ങൾ ഏറ്റുമാൻ്റെ അടുത്ത് വെട്ടിമുകൾ ഇടവക അംഗമാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. ഈ 13 വർഷത്തിനിടയ്ക്ക് 6 പ്രാവശ്യം സിജി പ്രഗ്നൻ്റ് ആകുകയും 3 മാസം 4 മാസം കൂടുമ്പോൾ അബോർഷനായി പോവുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഞങ്ങൾ പ്രാർത്ഥനാ സഹായം യാചിച്ചുകൊണ്ട് സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ കത്തയക്കുകയും അതുപോലെ തന്നെ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചാൽ കുഞ്ഞിനെയും കൂട്ടി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് ഞാൻ നേർച്ച നേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ആ മാസം തന്നെ സിജി പ്രഗ്നൻ്റായി. അത് കഴിഞ്ഞ് 2010 ഡിസംബറിൽ പാലാരൂപതയുടെ കൺവെൻഷൻ ഫർണിങ്ങാത്ത് നടക്കുമ്പോൾ ഞങ്ങളതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായ ഒരു ദമ്പതികൾക്ക് ദൈവം കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നു എന്ന്. അതുപോലെ തന്നെ കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ സിസ്റ്റർ ബെൻറ്റ ഞങ്ങളടുത്ത് പറഞ്ഞു, ദൈവത്തിന് എല്ലാ കാര്യങ്ങളിലും 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഒരു കുഴപ്പവും കൂടാതെ പ്രഗ്നൻസി കംപ്ലീറ്റ് ആയി. 2011 ജൂലൈ 6-ാം തീയതി ഞങ്ങൾക്കൊരു ആൺകുട്ടിയെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആൺകുട്ടിയെ കർത്താവ് ഭവനത്തിലേക്ക് നൽകി കുടുംബത്തെ അങ്ങ് അനുഗ്രഹിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം കഴിഞ്ഞ് 13 വർഷം മക്കളില്ലാതെ ഈ കുടുംബം വളരെ ക്ലേശത്തിലും പ്രാർത്ഥനയിലും ചികിത്സ, അങ്ങനെ ഒരുപാട് വഴികൾ. എന്നാൽ എത്ര നോക്കിയിട്ട് മക്കളുണ്ടാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അട്ടപ്പാടിയിലേക്ക് ഒരു കത്തയക്കുന്നത്. എന്നിട്ട് അട്ടപ്പാടിയിൽ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്താം എന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. 145-ാം സങ്കീർത്തനത്തിൽ 16-ാം തിരുലിഖിതം, കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് രക്ഷിതാവായ യേശുവിനെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളും കൃപയും പ്രാപിക്കാൻ കർത്താവായ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. ഭവനത്തിൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൃപ കൂടുതലായി ഭവനത്തിലേക്ക് നിറയും. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. നമ്മുടെ രക്ഷിതാവ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഉറപ്പാണത്. ഇതാ, ആ ഉറപ്പിൽ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ഇന്ന് ഒരു കൂട്ടായ്മയായി പ്രാർത്ഥിക്കുകയാണ്. ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ഇപ്പോൾ അത് മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച് കളയുക. എന്തെങ്കിലും തരത്തിലുള്ള ജഡികാസക്തിയുടെയോ ലൈംഗിക പാപത്തിൻ്റെയോ എന്തെങ്കിലും തരത്തിലുള്ള മദ്യപാനത്തിൻ്റെയോ അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു നിമിഷം അനുദപിക്കുക. ദൈവമേ, എൻ്റെ മനസ്സിനെ ശുദ്ധിയാക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഒരു അത്ഭുതം ചെയ്യണമേ. ഏതെങ്കിലും തരത്തിലുള്ള നിരാശ, കുറ്റബോധം, ഭയം, വെറുപ്പ്, ആകുലത, ടെൻഷൻ ഇതുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഇപ്പോൾ ഒരു അത്ഭുതം കർത്താവ് കുടുംബങ്ങളിലേക്ക് ചെയ്യാൻ പോവുകയാണ്. എളിമപ്പെട്ട് നമ്മുടെ ഭാരങ്ങളെല്ലാം യേശുവിനെ ഏൽപ്പിക്കണം. സങ്കീർത്തന പുസ്തകത്തിൽ 55-ാം അധ്യായത്തിൽ 22-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് അത് ഏറ്റെടുക്കും. എല്ലാവരും ഇപ്പോൾ 2 കരങ്ങൾ തുറന്നു പിടിക്കുക, ഇങ്ങനെ പ്രാർത്ഥിക്കുക. അച്ഛൻ പറയുമ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കുടുംബത്തീർന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. മക്കൾ ആരെങ്കിലും ചുറ്റിക്കറങ്ങി ഇതിൽ പങ്കുചേരാതിരിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവരും ഒരു മനസ്സോടെ ഇപ്പോൾ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. രക്ഷിതാവായ യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കോൺവെന്റുകളെയും, എല്ലാ സ്ഥാപനങ്ങളെയും, എല്ലാ സമൂഹങ്ങളെയും യേശുവേ
അനുഗ്രഹിക്കണമേ. യേശുവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന രോഗികളായ സഹോദരങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവായ യേശുവേ, എല്ലാ വിദ്യാർത്ഥിനികളെയും ബാലിക ബാലന്മാരെയും അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കണമേ. കഠിന വേദനയിലും കഠിന പാപത്തിലും പൈശാചിക പീഡകളിലും വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും യേശുവേ ഇപ്പോൾ സ്പർശിക്കണമേ. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ അട്ടപ്പാടിയിൽ വന്ന് സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരു താമസിച്ച് ധ്യാനം കൂടുന്ന അനുഭവം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. എല്ലാവരും സ്തുതിക്കുന്നു. കുട്ടികൾ സ്തുതിക്കുന്നു, കുടുംബാംഗങ്ങൾ സ്തുതിക്കുന്നു, മാതാപിതാക്കൾ എല്ലാവരും സ്തുതിക്കുന്നു. സ്തുതിപ്പിൽ അനുഭവങ്ങൾ ഇല്ലെങ്കിലും മക്കളെ സ്തുതിക്കുക. സമൂഹങ്ങൾ എല്ലാവരും സ്തുതിക്കുന്നു. ആരാധന. ഓ, അത്ഭുത ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. അത്ഭുത ശക്തി രോഗികളിലേക്ക് വ്യാപരിക്കട്ടെ. അത്ഭുത ശക്തി ക്ഷീണിതരിലേക്ക് വ്യാപരിക്കട്ടെ. ഞാൻ നിന്റെ മുറിവുകൾ വെച്ച് കെട്ടും. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം തരും. ഓ, ഈ വചനപ്രകാരം വീണ്ടും ആരോഗ്യം പറയട്ടെ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് നിത്യ നരകാഗ്നി എന്നുള്ള വിഷയം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിത്യ നരകാഗ്നി. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കാൻ കുറച്ച് കാലങ്ങളായി എൻ്റെ അന്തരംഗത്തിൽ അതിശക്തമായ ഒരു പ്രേരണ ലഭിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടം ഫിലോസഫി പഠിച്ച്, തിയോളജി പഠിച്ച്, അങ്ങനെ ഒരു വിപ്ലവ വീര്യത്തോടെ അട്ടപ്പാടിയിലെ ഒരു കൊച്ചിടവകയിലേക്ക് ഒരു വികാരിയായി ആദ്യമായി കടന്നു വരുന്ന കാലം. അന്ന് ഒരു ജനകീയ വൈദികനാകാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക ഒരു ആവേശം എൻ്റെ ഓരോ സിരകളിലും നിറഞ്ഞു നിന്നിരുന്നു. അന്ന് ഞാൻ ചിന്തിച്ചിരുന്നൊരു കാര്യമുണ്ട്. ഈ നിത്യ നരകാഗ്നി, ദൈവം ഒരു മനുഷ്യനെ അഗ്നികുണ്ഡത്തിലേക്ക് തള്ളിയിടുമോ എന്നെ അലട്ടിയിരുന്നൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞു, നമുക്കൊരു ദൈവത്തെക്കുറിച്ച് അറിയാം. ആ ദൈവം കരുണയുള്ള ദൈവമാണ്. ആ ദൈവം സ്നേഹപിതാവാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് അതിരുകളില്ല. അതിരുകളില്ലാത്ത കരുണയുടെ ഒരു ദൈവമാണ് ബൈബിളിലെ ദൈവം. അതുകൊണ്ട് ബൈബിളിൽ ദൈവത്തെ വിളിച്ചിരിക്കുന്ന ഒരു വാക്കാണ് കരുണാസമുദ്രം. കരുണാസമുദ്രമാണ് ദൈവം. ഞാൻ പറഞ്ഞു, നമ്മുടെ സാധാരണ കുടുംബങ്ങളിൽ ഒരു കുട്ടി, ഒരു മകനോ ഒരു മകളോ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച്, എന്തെങ്കിലും തോന്നിയാസം കാണിച്ച്, അല്ലെങ്കിൽ കഠിനമായ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു മനുഷ്യനും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കഠിന തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഏതെങ്കിലും അപ്പനും അമ്മയും ആ കുട്ടിയെടുത്ത് അഗ്നികുണ്ഡത്തിലേക്ക് എറിയുമോ? തന്തൂരി അടുപ്പിലേക്ക് ഇടുമോ? നിസാര സ്നേഹം മാത്രമുള്ള മനുഷ്യര് പോലും ഇങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ സ്നേഹം മാത്രമായ സർവശക്തനായ നമ്മുടെ ദൈവം ഇങ്ങനെ ചെയ്യുമോ? ഇത് എൻ്റെ മനസ്സിനെ അലട്ടിയിരുന്നൊരു വിഷയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാര്യത്തെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്ന ഒരു ദൈവവചനം എൻ്റെ ശ്രദ്ധയിലേക്ക് പെട്ടത്. അത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതമാണ്. തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ
അവർ ഭയചകിതരായി ഓടിയെത്തും. അപ്പോൾ അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരുടെ മുഖത്ത് തുറിച്ചു നോക്കി അവരെ കുറ്റപ്പെടുത്തും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം വ്യക്തികൾ ചിന്തിക്കുകയാണ്, ഇൻ കേസ് അഥവാ ദൈവം നരകത്തിലേക്ക് നമ്മളെ തള്ളിയിടുന്നു വിചാരിക്കുക. അപ്പോൾ ഒരുപാട് പേര് ചിന്തിക്കുകയാണ്, ഞാനൊരു കാര്യം ചെയ്യും, അപ്പോൾ ദൈവത്തിന്റെ കാൽക്കലേക്ക് വീണ് ഒന്ന് പൊട്ടിക്കരയും. ആ ദൈവത്തിന്റെ അപ്പനായ ആ പിതാവിന്റെ കാൽക്കലേക്ക് വീണ്ടും പറയും, അപ്പാ തെറ്റിപ്പോയി, ക്ഷമിക്കണം. അങ്ങനെ പറയുമ്പോൾ ദൈവം ഡെഫിനറ്റായി ക്ഷമിക്കും. എന്നിട്ട് ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സിൽ സാത്താൻ കൊടുത്തിരിക്കുന്ന ഒരു മോഡലാണ് ആ കുരിശിന്റെ വലതുവശത്ത് കിടന്ന കള്ളൻ. ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെങ്കിലും അവസാനം ഒരു കരച്ചിലും പടച്ചിലും അവൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഒരുപാട് പേര് ചിന്തിക്കുകയാണ്, അവസാനം ഒന്ന് കരഞ്ഞു പടഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ബൈബിൾ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. മരിക്കുന്ന സെക്കൻഡ് വരെ നമുക്ക് കരയാൻ അവസരം കിട്ടുമെങ്കിലും മരണം കഴിഞ്ഞാൽ പിതാവിന്റെ സന്നിധിയിൽ കരയാൻ ഒരു അവസരം നമുക്ക് കിട്ടും എന്ന് ഒരു സ്ഥലത്തും ദൈവം ഉറപ്പ് തരുന്നില്ല. എന്നാൽ ജ്ഞാനത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഒരു കാര്യം ഉറപ്പ് തരുന്നുണ്ട്. വചനം പഠിപ്പിക്കുകയാണ്, തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായി ഓടിയെത്തും. അപ്പോൾ അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരുടെ മുഖത്ത് തുറിച്ചു നോക്കി അവരെ കുറ്റപ്പെടുത്തും. അങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ചിലപ്പോൾ ചില ആളുകൾ ഒരു പുതിയ അടവെടുക്കും. എന്താ അടവെന്നറിയോ? അവര് പറയും, അയ്യേ ഇതൊന്നും ഞാൻ ചെയ്തതല്ല, ഇതൊക്കെ ആര് ചെയ്തതെന്ന് ആർക്കറിയാം. ഇങ്ങനെ കൈ കഴുകുന്ന ഒരു പ്രകൃതം, ഒരു രീതി, ഈ ഭൂമിയിൽ ഒരു രീതി ചിലപ്പോൾ ചിലർ അവലംബിക്കും. അപ്പോൾ ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരൻ, ദൈവത്തിന്റെ വചനം മറ്റൊരു കാര്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഒരു കാര്യം വെളിപ്പെടുത്തി തരുന്നുണ്ട്. ദൈവം ന്യായവിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വീഴ്ചയുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളായി ഇറങ്ങി 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 വരും. ദൈവം ന്യായവിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വീഴ്ചയിലുള്ള സന്തതികൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളായി ഇറങ്ങി ഇറങ്ങി വരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വചനങ്ങളെ, ഇതുപോലെ ഒരുപാട് വചനങ്ങൾ വിശുദ്ധ ലിഖിതങ്ങളിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഈ വലിയൊരു പുസ്തകത്തിൽ, ഈ സത്യവേദ പുസ്തകത്തിൽ ഇങ്ങനെ നിരവധി വെളിപാടുകൾ മരണത്തിന്റെ നിമിഷങ്ങളിലെ വിധിയെക്കുറിച്ചും നിത്യനരകാഗ്നിയെക്കുറിച്ചും വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ പ്രബോധനങ്ങളെല്ലാം ക്രോഡീകരിച്ച് കത്തോലിക്കാ സഭ തൻ്റെ ഔദ്യോഗികമായ പ്രബോധനത്തിൽ ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പുസ്തകം കത്തോലിക്കാ സഭയുടെ ഔദ്യോഗികമായ മതബോധന ഗ്രന്ഥമാണ്. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച്, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും, അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും സഭ ബേസിക്കായി പഠിപ്പിക്കുന്ന ദൈവവചനങ്ങളുടെ പ്രബോധനങ്ങളാണ് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ 1035-ാം ഖണ്ഡികയിൽ സഭ ഇതിനെക്കുറിച്ച് പറയുന്നത് വളരെ ക്ലിയറായി നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്കിതിനെക്കുറിച്ച് കൺഫ്യൂഷൻ വരാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഈ ജനകീയ വൈദികന കാലം അപ്പോൾ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന ചില വൈദികരുമായി പരിചയപ്പെട്ടു. അപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയി ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന ആ വൈദികരുമായി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ വൈദികര് അവരുടെ അനുഭവത്തിൽ നിന്ന് ഷെയർ ചെയ്യാണ്. ആ പ്രദേശത്ത് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ചിലപ്പോൾ ഈ നരകത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ അതിനെക്കുറിച്ച് അവ്യക്തതയിലാണ് പലരും ഇരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും ഇതിനെ ചിലർ അംഗീകരിക്കുന്നില്ല എന്നും എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ ചിന്തിച്ച്, ശരിക്കും ഇത് ഈ കാലഘട്ടത്തിൽ സഭ പഠിപ്പിക്കുന്നുണ്ടോ, അതോ ഇത് 18-ാം നൂറ്റാണ്ടിലെ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും ഒരു ഉപദേശം മാത്രമാണോ നിത്യനരകാഗ്നി? ഇതിനെക്കുറിച്ച് ഞാൻ വളരെ അവ്യക്തതയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പുസ്തകം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത്. അതിൽ 1035-ാം ഖണ്ഡിക അവിടെ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. നരകത്തിന്റെ അസ്തിത്വത്തെയും അതിന്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു. മാരക പാപത്തിന്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ
നരകത്തിലേക്ക് പതിക്കുന്നു. അവിടെ അവർ നിത്യാഗ്നിയായ നരക പീഡനങ്ങൾ അനുഭവിക്കും. Praise the Lord. Praise the Lord. ഇതിനെക്കുറിച്ച് വീണ്ടും നമുക്ക് ഈ വലിയ പ്രബോധന ഗ്രന്ഥത്തിൽ നമുക്ക് വെളിപ്പെടുത്തലുകൾ കിട്ടിയിട്ടുണ്ട്. അത് 1022 ഖണ്ഡിക. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഓരോ മനുഷ്യനും തന്റെ മരണത്തിന്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തന്റെ അമർത്യമായ ആത്മാവിൽ തന്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതവുമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ആദ്യം ഒരു ചിന്തയുണ്ടായിരുന്നു, ഇൻ കേസ് ഈ നരകം ഉണ്ടെങ്കിൽ തന്നെ അത് അന്ത്യനാളിൽ അവസാനത്തെ ആ സമയത്തായിരിക്കും നരകത്തിലേക്ക് നിബന്ധിക്കുക എന്ന്. എന്നാൽ സഭ വളരെ ഡെഫിനറ്റായി പഠിപ്പിക്കുകയാണ്, ഓരോ മനുഷ്യനും മരിക്കുന്ന നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി ഒരു വിധിയുണ്ട്. നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തികൾക്കും നമ്മൾ ന്യായം ബോധിപ്പിക്കേണ്ടി വരും. ഒരു ന്യായവിധിയുണ്ട്. ഇതെന്തുകൊണ്ടെന്ന് ചോദ്യമുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ന്യായപീഠത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. മരിക്കുന്ന സെക്കൻഡിൽ തന്നെ നമുക്ക് ഒരു വിധിയുണ്ട്. അതിന്റെ പേരാണ് തനത് വിധി. ആ വിധിയിൽ ഒരു വ്യക്തി നേരിട്ട് സ്വർഗപ്രവേശനത്തിന് യോഗ്യതയുള്ള അവസ്ഥയിലാണെങ്കിൽ അപ്പോൾ തന്നെ പറുദീസയിൽ ദൈവജനമായി രൂപാന്തരപ്പെടുന്നു. എന്നാൽ ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു ശുദ്ധീകരണ പ്രക്രിയക്ക്, ഒരു അന്തിമ ശുദ്ധീകരണത്തിന് വിധേയമാകുന്നു. ആ സ്ഥലത്തിന്റെ പേരാണ് ശുദ്ധീകരണ സ്ഥലം. ഈ അന്തിമ ശുദ്ധീകരണത്തിനെയാണ് സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിൽ അന്തിമ ശുദ്ധീകരണത്തിന് ശേഷം ദൈവദർശനത്തിന് യോഗ്യത പ്രാപിച്ചു കഴിയുമ്പോൾ അദ്ദേഹം സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നു. എന്നാൽ മരിക്കുന്ന സമയത്ത് 100% മാരകമായ പാപാവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് പറയുകയാണ്, തൽക്ഷണം ശാശ്വതവും നേരിട്ടുള്ളതുമായ നിത്യ നരകാഗ്നിയിലേക്ക് ആ ആത്മാവ് നിബന്ധിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഒന്ന് ചിന്തിക്കണം. നിന്റെ ആത്മാവ്, നീ ഇന്നും മാരക പാപത്തെ, ഒരു പാപം, ഒരു കൃത്യം, ഒരു പ്രവൃത്തി തെറ്റാണ് എന്നറിഞ്ഞിട്ടും അതിനെ മുറുകെ പിടിച്ച് ഞാൻ ഇത് ചെയ്യും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, മദ്യപാനം തെറ്റാണെന്ന് അറിഞ്ഞിട്ട് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു മാരക പാപത്തിന്റെ അവസ്ഥയാണ്. വ്യഭിചാരം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ആ വ്യഭിചാരം ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ് അതിനെ മുറുകെ പിടിച്ച്, ആണത് ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ് അതിനെ മുറുകെ പിടിച്ച് കൊണ്ടുപോകണമെങ്കിൽ അത് കഠിന പാപത്തിന്റെ അവസ്ഥയാണ്. അതാണ് റോമാലേഖനത്തിൽ 1-ാം അധ്യായം 32-ാം തിരുലിഖിതം. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിട്ടും അവർ അപ്രകാരം ചെയ്യുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ ആളുകൾ ലോകത്തിലുണ്ട്. അങ്ങനെ മാരകഭാവത്തിലാണെങ്കിൽ സഭ പഠിപ്പിക്കുകയാണ്, നേരിട്ടുള്ളതും ശാശ്വതവുമായ ശിക്ഷയിലേക്ക് നിബന്ധിക്കും. അതിനെക്കുറിച്ച് വീണ്ടും മറ്റൊരു പ്രബോധനം സഭ നമുക്ക് നൽകുന്നത് 1034-ാമത്തെ ഖണ്ഡികയിലാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിത അവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ശമിക്കാത്ത അഗ്നിയുടെ സ്ഥാനമായ ഗേഹന്നയെ പറ്റി യേശു കൂടെ കൂടെ പറയുന്നുണ്ട്. ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന സ്ഥലമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിത അവസാനം വരെ, അവസാനത്തെ സെക്കൻഡ് വരെ പാപത്തെ വിടാതെ പാപം മുറുകെ പിടിച്ച് ജീവിച്ചാൽ ആ വ്യക്തി കഠിന പാപത്തിന്റെ അവസ്ഥയിലാണ് മരിക്കുന്നത്. അവസാനം വരെ അനുദപിക്കാൻ തോന്നുന്നില്ല, അവസാനം വരെ കുമ്പസാരിക്കുന്നില്ല, അവസാനം വരെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, അവസാനം വരെ യേശുവിൽ വിശ്വസിക്കുന്നില്ല, അവസാനം വരെ മാനസാന്തരപ്പെടുന്നില്ല, അവസാനം വരെ പാപം ഉപേക്ഷിക്കുന്നില്ല. അങ്ങനെ പാപത്തിലും അന്ധകാരത്തിലും കഠിനമായ ഹൃദയാവസ്ഥയിലും മരിക്കുമ്പോൾ, അങ്ങനെ പാപം ഉപേക്ഷിക്കാതെ മരിക്കുന്ന വ്യക്തി മാരക പാപത്തിന്റെ അവസ്ഥയിലാണ് മരിക്കുന്നത്. ആ അവസ്ഥയെക്കുറിച്ചാണ് 1035-ാം ഖണ്ഡിക പഠിപ്പിക്കുന്നത്. നരകത്തിന്റെ അസ്തിത്വത്തെയും അതിന് നിത്യതയോടെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു. മാരക പാപത്തിന്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നിത്യ നരകാഗ്നിയിലേക്ക് നിബന്ധിക്കുന്നു. അവിടെ അവർ നിത്യാഗ്നിയായ നരക പീഡനങ്ങൾ അനുഭവിക്കും.
എന്നിട്ട് സഭ പഠിപ്പിക്കുകയാണ്, നരകത്തിലെ പ്രധാന ശിക്ഷ ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമായ വേർപാടാണ്. ദൈവത്തിൽ മാത്രമാണല്ലോ മനുഷ്യന് ജീവനും ജീവിതവും സന്തോഷവും ഉണ്ടാകുന്നത്. അതിനു വേണ്ടിയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. അതാണ് അവൻ ആഗ്രഹിക്കുന്നതും. അപ്പൊ സഭ പഠിപ്പിക്കുകയാണ്, നരകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശിക്ഷയാണ് ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമായ വേർപാട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മത്സ്യം ജലത്തിൽ ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യൻ വായുവിൽ ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടു. ഈ വായുവിൽ നിന്ന് മനുഷ്യനെ വേർപെടുത്തിയാൽ, മനുഷ്യൻ ഓക്സിജൻ കിട്ടാതായാൽ അവനൊരു വേദനയുണ്ട്. ആ വേദനയുടെ പേരാണ് മരണകരമായ വേദന. ചങ്കുകൊട്ടയെല്ലാം മുന്തി, കണ്ണെല്ലാം തുറിച്ച്, നാവ് കടിച്ച് അവൻ ശ്വാസം കിട്ടാതെ, ഓക്സിജൻ കിട്ടാതെ അവൻ മരണകരമായ വേദനയെ നേരിടുകയാണ്. അല്ലെങ്കിൽ മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് വേർപെടുത്തിയാൽ അത് പടഞ്ഞ് അത് മരണകരമായ ഒരു വേദന അനുഭവിക്കും. ഇതേപോലെ ദൈവത്തിൽ ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ട നാം ദൈവത്തിൽ നിന്ന് വേർപെടുത്തപ്പെടുമ്പോൾ നമ്മൾ മരണകരമായ, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത കഠിനമായ വേദനയിലേക്ക് നിബന്ധിക്കുന്നു. ഈ വേദനയൊന്ന് ചിത്രീകരിക്കാൻ യേശു പലവിധം ശ്രമിച്ചു. അതിലൊരു വിധം ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്: പുറത്തുള്ള അന്ധകാരം. മറ്റൊരു പ്രബോധനം ഈശോ പറയുകയാണ് വിലാപവും പല്ലുകടിയുമുള്ള സ്ഥലം. വേറൊരു പ്രബോധനം ഈശോ പറയുകയാണ് പുഴു ചാകാത്തതും തീ കടാത്തതുമായ നിത്യ നരകാഗ്നി. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു പ്രബോധനം ഈശോ പറയുകയാണ് പുറത്തുള്ള അന്ധകാരം, വിരുന്നശാലയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അനുഭവം. ഇങ്ങനെ പല പ്രതീകങ്ങളിലൂടെ, പല ഉപമകളിലൂടെ ഈ ഒരു അവസ്ഥയെ, നിത്യ നരകത്തിന്റെ വേദനയെ ചിത്രീകരിക്കാൻ യേശുവിന്റെ പ്രബോധന കാലഘട്ടത്തിൽ യേശു പരിശ്രമിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യ നരകാഗ്നി എന്നുള്ളത് അറിവില്ലാത്തവരുടെയും പഠിപ്പില്ലാത്തവരുടെയും പഴയ തലമുറയിൽപ്പെട്ട അപ്പച്ചമാരുടെയും അമ്മച്ചിമാരുടെയും ഒരു ചിന്തയാണ്, ഒരു ഉപദേശമാണ്. അതിൽ കഴമ്പില്ല എന്ന് ധരിച്ചു വശായി നീ പാപത്തിൽ അർമാദിച്ച് നീ മുന്നോട്ട് പോകരുത്. ഈ കാലഘട്ടത്തിൽ തിയോളജിയിലും പഠിപ്പിലും ആത്മീയ കാര്യങ്ങളിലും അങ്ങേയറ്റ അവാഹം നേടിയ, വളരെ ഉന്നത അവസ്ഥയിൽ ജ്ഞാനത്തിലും കൃപയിലും തിയോളജിയിലെല്ലാം മികച്ചു നിൽക്കുന്ന ഒരു പിതാവിനെയാണ് മാർപ്പാപ്പയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ബെനഡിക്ട് 16 മാർപ്പാപ്പ. കാർഡിനൽ ജോസഫ് റാറ്റ്സിംഗർ എന്ന നിലയിൽ തിയോളജിയുടെ ലോകത്ത് ഒളിമങ്ങാത്ത നക്ഷത്രമായി പ്രകാശിച്ചിരുന്ന കാർഡിനലാണ് കാർഡിനൽ ജോസഫ് റാറ്റ്സിംഗർ. ആ ജോസഫ് റാറ്റ്സിംഗർ കാർഡിനലാണ് ഇപ്പോൾ മാർപ്പാപ്പയായി നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. മാർപ്പാപ്പ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യുവജന മതബോധന ഗ്രന്ഥത്തിൽ നമുക്കായി എഴുതപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നാം എല്ലാവരും പറുദീസയിലായിരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും നമ്മുടെ കാലത്ത് അല്പമാത്രം പറയപ്പെടുന്ന നരകമുണ്ടെന്നും തന്റെ സ്നേഹത്തിനെതിരെ ഹൃദയം അടയ്ക്കുന്ന എല്ലാവർക്കും അത് ശാശ്വതമായിരിക്കുമെന്നും നമ്മോട് പറയാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് യേശു വന്നു. യേശു ഈ ഭൂമിയിൽ വന്നത് നരകമുണ്ടെന്നും തന്റെ സ്നേഹത്തോട് നിരന്തരം ഹൃദയം, മരിക്കുന്ന സെക്കൻഡ് വരെ ഹൃദയം അടയ്ക്കുന്നവർക്ക് ഈ നിത്യ നരകാഗ്നി ശാശ്വതമായിരിക്കുമെന്നും നമ്മോട് പറയാൻ വേണ്ടി യേശു വന്നു. യേശു ഇതിനെ കുറിച്ച് വളരെ തീഷ്ണതയോടെ പഠിപ്പിച്ചു. അപ്പോസ്തലന്മാർ വളരെ തീഷ്ണതയോടെ ഈ നിത്യനാശത്തെ കുറിച്ച് പഠിപ്പിച്ചു. കത്തോലിക്ക സഭ ആരംഭം മുതൽ ഇന്ന് വരെ ഈ ഒരു നിത്യനാശത്തെ കുറിച്ചും ആത്മനാശത്തെ കുറിച്ചും ലോകത്തെ നിരന്തരം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പാപ്പ ഈ കാലഘട്ടത്തിൽ വളരെ ശക്തിയായി ഈ കാര്യത്തെക്കുറിച്ച് ഈ തലമുറയെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും, ഈ കാര്യങ്ങളെക്കുറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യമുണ്ടെങ്കിലും, ഈ ലോകത്തിന്റെ ദേവൻ നമ്മുടെ കണ്ണുകൾ അന്ധമാക്കിയിരിക്കുകയാണ്. സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, നിത്യനാശത്തെക്കുറിച്ച്, ആത്മനഷ്ടത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് തിരിച്ചറിവില്ലാതെ ലോകപ്രകാരം ജീവിക്കാൻ നമ്മളെ നിർബന്ധിക്കുന്ന ഈ ലോകത്തിന്റെ ദേവൻ നമ്മുടെ കണ്ണുകളെ, ആന്തരിക നേത്രം കുരുടാക്കി കളഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ എഴുതി പ്രാർത്ഥിക്കുക: രക്ഷിതാവായ യേശുവേ, സ്വന്തം ആത്മനാശത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത വിധം ഞങ്ങളുടെ അന്തരംഗങ്ങളെ അന്ധമാക്കിയിരിക്കുന്ന, കുരുടാക്കി കളഞ്ഞിരിക്കുന്ന എല്ലാ അരൂപികളെയും ഇപ്പോൾ ആട്ടിപ്പായിക്കണമേ. സ്വന്തം ആത്മരക്ഷയെ കുറിച്ച് ആത്മാർത്ഥമായി ചിന്തിക്കാൻ ഞങ്ങളെ ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപ വഴികളെ വെടിഞ്ഞ് നിത്യ
നിത്യജീവൻ കരസ്ഥമാക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ എല്ലാവരും 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കുകയാണ്. ഈ സമയത്ത് ഒരു ഡെലിവറൻസ് പ്രാർത്ഥന കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഈ കുടുംബങ്ങളെ സമൂഹങ്ങളെ ആശീർവദിക്കുന്നു. ഓ പാപത്തെ മുറുകെ പിടിക്കാനും പാപം ഉപേക്ഷിക്കാതെ ഞാൻ പാപത്തിൽ നിന്ന് മുന്നോട്ട് പോകും എന്ന് ധാർഷ്ട്യം പറയാനും ദൈവമക്കളെ പ്രേരിപ്പിക്കുന്ന എല്ലാ നാരകീയ സേനകളെയും അന്ധകാരത്തിൽ അധിപന്മാരെയും എല്ലാ ദുഷ്ടാത്മ പീഡകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ആരാധന, 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 ആരാധന. കുടുംബങ്ങളും സമൂഹങ്ങളും യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ആരാധന, 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 ആരാധന. ആത്മരക്ഷയെ കുറിച്ച് ചിന്തിക്കാൻ കൃപ നിറയട്ടെ. വിശുദ്ധിയെ കുറിച്ച് ചിന്തിക്കാൻ കൃപ നിറയട്ടെ. സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കാൻ കൃപ നിറയട്ടെ. ദൈവ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കാൻ കൃപ നിറയട്ടെ. ദൈവത്തിലേക്ക് പിന്തിരിയാൻ കൃപ നിറയട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 9-ാം തിരുലിഖിതം. തന്റെ അടുക്കൽ വന്നവരോട് അവൻ പറഞ്ഞു, അണലി സന്തതികളെ, ആസന്നമായ ദൈവക്രോധത്തിൽ നിന്ന് ഓടിയകലുവിൻ. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരാധന യേശുവേ, ആരാധന ഓസ്തിരൂപനേ, ആത്മാവിലലിയുന്ന സ്നേഹമേ, ഈഗിടാരാധന, ആരാധന, ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷിതാവായ യേശുവിങ്കൽ എളിമപ്പെടുന്നവർക്ക്, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവന്റെ നാമത്തിൽ വലിയ കൃപകളും വലിയ സ്വർഗീയ സമ്പത്തും പിതാവായ ദൈവം വർഷിക്കും. ഇപ്പോൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ യേശുവിനെ വിളിക്കുക. രോഗികൾ ഇപ്പോൾ ഹൃദയം നുറുങ്ങി വിളിക്കുക. തകർന്നിരിക്കുന്ന ഹൃദയത്തോടെയുള്ളവർ യേശുവിനെ വിളിക്കുക. കഠിന പാപത്തിന്റെ അടിമത്തിൽ കിടക്കുന്നവർ, തഴക്കദോഷങ്ങളിൽ കിടക്കുന്നവർ യേശുവിനെ ഉറക്കെ വിളിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ, യേശുവേ, യേശുവേ. എല്ലാവരും യേശുവിനെ വിളിക്കുന്നു. കുടുംബങ്ങളെല്ലാം യേശുവിനെ വിളിക്കുന്നു. സമൂഹം യേശുവിനെ വിളിക്കുന്നു. പ്രിയ മക്കളെ, ഇത് സ്വർഗ്ഗം അനുഗ്രഹിക്കുന്ന നിമിഷം. കാലങ്ങളാൽ ബന്ധനങ്ങൾ അഴിയുന്നു, അന്ധകാര കോട്ടകൾ തകരുന്നു, പൈശാചിക പീഡകൾ വിട്ടുമാറിപ്പോകുന്നു. ആരാധന യേശുവേ, ആരാധന യേശുവേ, യേശുവേ